വീട്ടുവേലക്കാരിയായി ഖത്തറിലെത്തിയ ഈ പത്തനംതിട്ട സ്വദേശിനി 12 വർഷമായി നാട്ടിൽ പോയിട്ടില്ല. ഇപ്പോൾ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി സുമനസ്സുകളുടെ സഹായത്താൽ നാട്ടിലേക്ക് തിരിക്കുമ്പോൾ ജീവിത സമ്പാദ്യമായി ഒന്നുമില്ലെന്ന വിഷമത്തിലാണിവർ. ഒന്നുമില്ല, എൻ്റെ കാതേ പോലും ഒരു കമ്മൽ, ഒരു ഗ്രാം സ്വർണം എനിക്കില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ജോലി ചെയ്തിരുന്ന വീടുകളിൽ നിന്ന് ഒളിച്ചോടാനും നിയമം ലംഘിച്ച് പുറം ജോലികളിൽ ഏർപ്പെടാനും ഈ വേലക്കാരികളെ പ്രേരിപ്പിച്ചതും പിന്നീട് ചൂഷണം ചെയ്തതും മലയാളികൾ തന്നെയായിരുന്നു. ഇവർ മാസം തോറും ജോലി ചെയ്യുന്ന പൈസ ഇയാൾ പോയി മേടിക്കും. ഇയാൾ അവരെ കൊണ്ടോരോ വീടുകളിലും നിർത്തുന്നത്. എന്നിട്ട് ഈ പൈസ എല്ലാം മേടിച്ചുകൊണ്ട് ഈ പെണ്ണുങ്ങൾ പോകാൻ നേരത്ത് കണ്ണുനീര് കൊഴിക്കുക. പൈസ കൊടുക്കത്തില്ല. പതിറ്റാണ്ടുകൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം ഇവരിൽ നിന്ന് കൈക്കലാക്കി വഞ്ചിച്ചവരും കൂട്ടത്തിലുണ്ട്. ഏതൊരു മലയാളി അവരുടെ വീടുണ്ടെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു എൻ്റെ റൂമിൽ കൊണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വരത്തില്ല. ഒളിച്ചോടി കഴിയുന്ന വീട്ടുവേലക്കാരികളുടെ നിസ്സഹായതയാണ് ചൂഷകർ മുതലെടുത്തത്. അനാശാസ്യത്തിന് പ്രേരിപ്പിക്കുന്നവർ മുതൽ പലിശ മാഫിയ വരെ കൂട്ടത്തിലുണ്ട്. ഖദാമുകളായിട്ടുള്ള ആൾക്കാർക്ക് പലിശക്ക് കൊടുക്കുന്ന ഒരു ടീം തന്നെ ഇവിടെ ഉണ്ട്. അതിൽ നമ്മുടെ സമൂഹത്തിലെ അജയന്മാരും തങ്കന്മാരും പോലത്തെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. രോഗങ്ങളും ഒരു പിടി ദുരിതങ്ങളും മാത്രം സമ്പാദിച്ച നിരവധി സ്ത്രീകളാണിപ്പോൾ പൊതുമാപ്പിന്റെ ആനുകൂല്യം നേടി നാടുകളിലേക്ക് തിരിക്കുന്നത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ.